കലാസ്നേഹികളെ, ഈ കഥ നടക്കുന്നത് 2040 തമിഴ്നാട്ടിലാണ്. അവിടെ റോഡിൽ റോബോട്ടുകൾ റാമ്പ് വാക്ക് നടത്തുന്നു. തന്റെ കഥാപാത്രങ്ങൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തികച്ചും വ്യത്യസ്തമായി ചെയ്യുന്ന എസ് സൂര്യയാണ് ഇതിലെ വില്ലൻ. പുള്ളി 2040 ആരും കണ്ടുപിടിക്കാത്ത, ആരും മനസ്സാവാതെ ചിന്തിക്കാത്ത ഒരു കണ്ടുപിടുത്തം നടത്തി കോടീശ്വരനാവുകയാണ്. മറ്റൊന്നുമല്ല ഗൈസ്, ഡേറ്റിംഗ് ആപ്പിന്റെ ഒരു മോഡേൺ വെർഷൻ. പ്രണയിക്കാൻ താല്പര്യമുള്ള ഒരു മലയാളിയാണോ എന്നാ കേട്ടോ. അരികെ എന്ന ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവൻ. ഇതിന്റെ പ്രത്യേകത, ഇതിനകത്ത് 360 ക്യാമറയുണ്ട്, ആരും കാണാത്ത ചെവിയിൽ വെക്കാൻ പറ്റുന്ന ഇൻവിസിബിൾ ഹെഡ്സെറ്റ് ഉണ്ട്. ഇതുവഴി കണക്ട് ആയി കഴിഞ്ഞാൽ 24 അവറും വാച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഹായ്, റോബോട്ടുകളിലെ പ്രധാനമന്ത്രി. ഇതാര് ഇടുപ്പിൽ ഈച്ചയും പറ്റിച്ച് ഹൻസിക കൃഷ്ണേ. കൊസി കണ്ടുപിടുത്തം ഒരു തരംഗമാണ്. ഇതിന്റെ പേരാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. മധുരയിലെ പൂക്കാരി മുതൽ ചെന്നൈയിൽ ചവർ വാരുന്നവർ വരെ ഈ ആപ്പിന് അടിമകളാണ് ഇപ്പോൾ. ലവ് ഇൻഷുറൻസ് കമ്പനി. സോ ഇനിയാണ് തത്വം പിത്തോ എന്ന് പറയുന്ന നമ്മുടെ നായകന്റെ എൻട്രി, മിസ്റ്റർ PR പ്രദീപ് രംഗനാഥൻ. ബേസിക്കലി PR രംഗനാഥനും അച്ഛനും കൂടി നടത്തുന്നത് ഒരുതരം മോഡേൺ ഡി അഡിക്ഷൻ സെന്റർ ആണ്. അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. മൊബൈലിന്റെ ഓവർ യൂസ് കാരണം ബ്രെയിൻ ഡാമേജ് ആയ ആൾക്കാരെ കൊണ്ടുവന്ന് മൊബൈൽ ഇല്ലാത്ത ലോകത്ത് ചികിത്സിച്ച് പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ അച്ഛനും ഈ അച്ഛന്റെ സ്ഥാപനവും. എടാ വിജയണ്ണൻ CM ആയിരിക്കുന്ന ഈ നാട്ടില് 2040 ഇത്തരം വികൃത രൂപങ്ങളൊന്നും കാണില്ല. ഡ്രഗ്സ് പോലെ തന്നെ മൊബൈലിന്റെ ദുരുപയോഗവും അണ്ണൻ തുടച്ചു നീക്കും. ഇളയ തലമുറ വിജയണ്ണൻ ജോസഫ് വിജയനും ഞാൻ. നമ്മുടെ PR പറയും ചോറില്ലാതെ പിള്ളേര് പുണ്ണാക്കിന്നില്ല. എന്നാ ഒരു പാട്ട് നീ അങ്ങ് പാടിക്കൊടു. കുക്കറ ചേച്ചി പാടുന്നു ചീ 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 ചീ, അത് കേട്ടുണ്ണിക്കുട്ടൻ ആടുന്നു ചീ 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 ചീ. ഇതാണ് വൈബ് വാസുവിന്റെ അച്ഛൻ വട്ട് വേണു. പുള്ളി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. സോ എന്താണ് കാര്യമെന്ന് വെച്ചാൽ വൈബ് വാസുവിന്റെ അച്ഛൻ മൊബൈലിനെതിരാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഒക്കെ നടത്തുന്നത്. LAK എന്ന ആപ്പിന് ശബ്ദം കൊടുത്തേക്കുന്നത് തന്റെ ഒറ്റ മകനാണെന്ന് അറിഞ്ഞ അദ്ദേഹം തകരും. ശേഷം പണ്ട് നടന്ന ഒരു ട്രാജഡിയെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കും. തന്റെ മകളെ ഒരു ആൽമരത്തിൽ മൊബൈലിന് ആവാഹിച്ചു വെച്ചേക്കണാടാ. സോ ഇവളാ നാട്ടിലൊരു മോഡേൺ ഹെലൻ ഹൗസ് പാർട്ടിയായിരുന്നു. മൊബൈൽ ഇല്ലാത്ത ജീവിതം അവളെ സംബന്ധിച്ചിടത്തോളം ഇംപോസിബിൾ. ഇതും പറഞ്ഞ് ബുദ്ധിയില്ലാത്ത അവള് മൊബൈലും പിടിച്ച് നേരെ റോഡിന് നടുക്കോട്ട് ഇറങ്ങി ചെല്ലും. അതുവഴി അത്യാവശ്യമായിട്ട് വായു ഗുളിക വാങ്ങാൻ പോയി ഒരുത്ത അവളെ ഇടിച്ച് ഏറലാക്കും. അതോടെ അവൾ ഇഹലോകത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പരലോകത്തേക്ക് അറ്റാച്ച്ഡ് ആകും. എടോ തന്റെ, അത് അവളൊരു അലങ്കാര വാക്ക് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു അപ്പൻ. അതോടുകൂടി അയാൾക്ക് മൊബൈലിനോട് ഹേറ്റ് ഉണ്ടാവുകയാണ്. ഇവിടെ കുറെ വസന്തങ്ങൾ ഡ്യൂക്കിനെ വെറുക്കണ പോലെ ഓടിക്കാറോടത്തെ കണ്ണാപ്പികൾ കോപ്പറായം കാണിച്ച് ഓടയിൽ ഒട്ടകത്തിനെ കൊണ്ട് ഇടിച്ച് മറിഞ്ഞു വീണ് ചാവൂലേ, അപ്പൊ കുറ്റം ഡ്യൂക്കിന്. അതുപോലെ വെളിവില്ലാത്ത പിന്നെ ബോധം കെട്ട് മൊബൈലും കൊണ്ട് ആറടിച്ച് ചത്തേന് മൊബൈൽ എന്ത് പിഴച്ചടാ. സോ അങ്ങനെ ഇരിക്കാൻ നമ്മുടെ PR ആണല്ലോ LAKയുടെ ശബ്ദം പുള്ളിയുടെ ആണെങ്കിലും മുതലാളിയെ നേരിട്ട് കണ്ടിട്ടില്ല, കാശും വാങ്ങിച്ചിട്ടില്ല. ഇയാളെ കണ്ടപ്പോ എനിക്ക് പോഞ്ഞിക്കരെ ഓർമ്മ വന്ന്. സൂര്യക്ക് ആക്ച്വലി മനുഷ്യരെ ഇഷ്ടമല്ലാത്രേ. പുള്ളിക്ക് ചുറ്റുമുള്ളത് റോബോട്ട്സ് ആണ്. കൂടെയുള്ള ചെല്ലുക്കൾ ഉൾപ്പെടെ എല്ലാവരും റോബോട്ട്. പിന്നെ സൈഡിൽ ഒരു കുറുസിൽ ഇരിക്കുന്ന രജനീകാന്തിനെ കണ്ടോ? ആ റോബോട്ട് രജനീകാന്തിന്റെ കോൺഷ്യസിനകത്ത് അയാളുടെ അച്ഛന്റെ ബുദ്ധിയാണത്രേ. ഒടുവിൽ വില്ലനും നായകനെ മുഖാമുഖം കണ്ട് സംസാരിക്കും. താൻ ചെയ്ത പണിക്ക് ശമ്പളം കാശായി വേണമെന്ന് പറയും. കാശൊക്കെ മോദിജി ഡിജിറ്റലാക്കിയതിനു ശേഷം ചരിത്രത്തിലേ അവര് കണ്ടിട്ടില്ല എന്ന്. പക്ഷെ പുള്ളി ഒരു പ്രത്യേക ജീവി ആയതുകൊണ്ട് മൊബൈലും ഉപയോഗിക്കില്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല, ക്യാഷായിട്ട് തന്നെ വേണമെന്ന് പറയും. ക്യാഷ് വാങ്ങി പുറത്തിറങ്ങിയ PR ഡിജിറ്റൽ മഴ കൊള്ളുമ്പോ തന്റെ കുടയിലേക്ക് ഒരു സുന്ദരി ഓടി കയറുകയാണ്. ക്രിമി ഷെട്ടി. പെണ്ണെന്ന് എഴുതി കാണിച്ച അവിടെ പെന്തക്കാസുകാരെ പോലെ കൈകുട്ടി പാടണ ഇവൻ ക്രിമി ഷെട്ടിയെ കണ്ടത് അബ്സ്കോണ്ടായി വീഴും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവന് അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നതിന് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. പെണ്ണിനെ കണ്ടപ്പോഴേ അവന് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന്. എടവും നയൻതാരയുടെ ഭാര്യ, എടവും നയൻതാരയുടെ ഭർത്താവ് വിഘ്നംകുട്ടി 2040 ഫ്യൂച്ചർ അമ്പും ബില്ലും കോടാലി എന്നൊക്കെ പറഞ്ഞിട്ട് നസീറിന്റെ ശീലയുടെ കാലത്ത് തുടങ്ങിയതാണല്ലോ ഈ പ്രേമകഥയും ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റും ഒക്കെ. എന്നിട്ട് ഈ ക്രിഞ്ച് കഥയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്തത് ലേഡി സൂപ്പർ സ്റ്റാർ.
കളർ. ഈ പെണ്ണിൽ എന്ത് കാണിക്കണം? സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ നിനക്ക്? പറയടി, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാടി നിനക്ക്? സോ ഗസ്, ഇതാണ് ക്രിമി ഷെട്ടിയുടെ അമ്മ. രണ്ടെണ്ണത്തിന് നല്ല മുഴുത്ത ഭ്രാന്താണ്. പിന്നെ സൈഡിൽ നിൽക്കണ വോച്ചൻ. തലയിൽ എന്താ തോന്നി വസി നീ കാണിച്ചു വെച്ചേക്കണത്? കോമഡി ആക്കിയതാണോ നീ? എന്നാ ഒട്ടും കൊള്ളൂലട്ടാ, കൊള്ളൂല അയ്യം. സോ ഗസ്, ബേസിക്കലി ഇവളെ അമ്മയില്ലേ, അവർ പണ്ട് ലാലുമായി ചേർന്ന് ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തത്. കളിക്കുന്നെങ്കിൽ അത് ജയിക്കാനായി മാത്രം. അത് കാരണം ഒരാൾ ആത്മഹത്യം ചെയ്യും, ഇവരുടെ പേരും എഴുതി വെക്കും. അതിന് ശിക്ഷയെ നോ ഫോൺ നവംബർ എന്നും പറഞ്ഞ് 6 മാസം മൊബൈൽ ഇല്ലാതെ തടങ്കലിലാവാൻ ഇവരെ വിധിക്കപ്പെടും. അവരങ്ങനെ നമ്മുടെ PR-ന്റെ അച്ഛന്റെ സ്ഥലത്തേക്ക് എത്തുകയാണ്. ജയിലിലായെങ്കിലും மக்കളோട് நல்ல ஸ்நேகമാണ് அவருக்கு. சாப்பிட்றாது. ஏன்னா பெலி ஃபேட் இன்க்ரீஸ் ஆயிடுச்சுன்னா பெலி டான்ஸ் ஃபேன்ஸ் எல்லாம் கம்மி ஆயிடுவாங்க. டைம் தூங்கிடாத. ஏன்னா நாம தூங்கும் போது எல்லாரும் போஸ்ட் போட்டு நம்ம ஃபாலோவர்ஸ் எடுத்துருவாங்க. അങ്ങനെ നമ്മുടെ ധനുഷ് ഫ്രം ഡസ്റ്റ്ബിൻ വീണ്ടും അവളെ കണ്ടുമുട്ടുകയാണ്. തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഒരു വെളുത്ത പയ്യനെ കറുത്ത പൊണ്ണ് എന്ന തന്റെ ആശയം നിറവേറ്റാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവക്കടെ പിറകെ എങ്ങ് കൂടും. ചോദിക്കുക, എന്താ എന്റെ പേര്? So meanwhile, നമ്മുടെ SJ സൂര്യ ഒരു ട്രയൽ നേരിടുകയാണ്. ആൾക്കാരുടെ പ്രൈവസിക്ക് ഈ ആപ്പ് എത്ര സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട് എന്ന് അറിയാനായി നിരന്നിരുന്ന ജഡ്ജിമാർ അവനെ പിടിച്ച് ജഡ്ജ് ചെയ്യുകയാണ്. 2040 മാർക്ക് സുക്കർബർഗും ഇലോൺ മസ്കും എല്ലാം അണ്ണൻ തന്നെ. ആകെ കിട്ടുന്ന കമ്മീഷൻ 1400 കോടി റുപ്യ. അതിൽ 100 കോടി അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. പോയിട്ട് 1300 കോടി. ഞാനൊരു 1000 കോടി അങ്ങ് വാങ്ങി തന്നേക്കാം. അപ്പൊ ബാക്കി 300 കോടി അനക്കോ? അത് നടക്കില്ല നാസറേ. അതെന്താ നടക്കാതെ? മുടന്നുണ്ടോ? അങ്ങനെ ട്രയലിനൊടുവിൽ 1 വർഷത്തെ സമയം അവന് കൊടുക്കും. നിലവിലുള്ള സബ്സ്ക്രിപ്ഷന്റെ എണ്ണം 50 ലക്ഷം കടക്കാതെ ഈ ആപ്പിനെ പറ്റി നമുക്കൊന്ന് തീരുമാനിക്കണം. 50 ആക്കാൻ നിനക്ക് 1 വർഷത്തെ സമയം തരാമെന്ന് പറഞ്ഞ് കോടതി അവനെ പറഞ്ഞു വിടും. ആ ഇതിൽ അവളല്ലേ ഗൗരി? എടാ, ഞാൻ പറഞ്ഞില്ലേ, ഈ തമിഴന്മാർക്ക് മലയാളി പെമ്പിളറോട് ഭയങ്കര ഇഷ്ടവും താല്പര്യമാണ്. തമിഴന്മാർ ഒരു നേറ്റീവ് നാട്ടിലൊരു കഥ എടുത്താലും അവന്മാർ ഇവിടെ നിന്നൊരു വെളുത്ത പെണ്ണിനെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് പെയിന്റ് അടിച്ച് കറുപ്പിച്ച് അവിടെ അഭിനയിപ്പിക്കും. ജന്മം ചെയ്ത അവന്മാർ അവിടെ നിന്നൊരു പെണ്ണിനെ എടുക്കൂല. അതെന്താന്തോ അങ്ങനെ. സോ അങ്ങനെ ഇരിക്കെ ആ പൊണ്ണിന് വേണ്ടി അവനും എല്ലേക്കയുടെ അടിമയാക്കാൻ തീരുമാനിക്കും. ആപ്പെടുത്ത് അവൻ നേരെ പോയി ഓൾറെഡി ആപ്പിലായി ക്രിമി ഷെട്ടിയെ കാണാൻ പോകും. അന്നേരം അവളാണെങ്കിൽ അവളിവിടെ എന്തോന്ന് കാണിക്കണ്? ഈ സിനിമയിലെ ഡയറക്ടറെക്കാളെ ശമ്പളം വാങ്ങിച്ചത് കൃതി ഷെട്ടിയുടെ ഇടുപ്പാണ്. വെള്ള പൊണ്ണു ഇടുപ്പ്, എന്റെ പൊന്നോ. എന്തൊക്കെയാണെങ്കിലും ഇത് കോൺസെൻട്രേറ്റ്. സോ എന്തായാലും നമ്മുടെ ന്യൂ ഏജ് രജനീകാന്ത് നായികയും കൂടി കണക്റ്റഡ് ആവുകയാണ്. പക്ഷെ ഇതൊന്നും അവന്റെ അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി ഒറ്റ ഉപദേശം, தலை குனிஞ்சு குடிப்பாங்க. அதே நம்ம இளநீரை குடிக்கும்போது தலை நிமிர்ந்து குடிப்பாங்க. இளநீரை ஸ்ட்ரா போட்டு குடிச்சா கீழே குனிஞ்சு குடிக்க போறோம். குளிர்பானத்தை மேலே தூக்கி குடிச்சா தலை நிமிர்ந்து குடிக்க போறோம். அவ்வளவுதானே. സോ ബേസിക്കലി ഓരോ ഉണ്ടെങ്കിൽ ഇനിയും വേണ്ട കുറച്ച് ക്രിഞ്ചൊക്കെ കാണിക്കാൻ. അങ്ങനെ അവിടെ ഒരു ഹോളോവിൻ പാർട്ടി നടക്കുകയാണ്. അവിടെ നമ്മുടെ ന്യൂ ഏജ് രജനീകാന്ത്, നായിക ക്രിമി ഷെട്ടിയും എല്ലാരും ഉണ്ട്. ഇതെന്താ ഒരു പിഴച്ച വലക്കല്ലേ? സോ ഹോളോവിൻ പാർട്ടിയിൽ ഇത്രയും വേഷമൊക്കെ അണിഞ്ഞു വന്നിട്ടും അവൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന്. അത് കാരണം അവക്ക് ഒരേ വിഷമം. പിന്നെ പൊണ്ണിന്റെ മനസ്സറിയാത്ത പിയർ എന്ത് പോങ്ങാൻ. അവ അപ്പൊ തന്നെ പുതിയൊരു ആശയമായി അവിടെ എത്തും. നല്ല ഒറിജിനാലിറ്റി കിട്ടാനായി അവന്റെ സ്വന്തം കയ്യിലെ ചുടുചോര മുറിച്ച് അവളെ മുഖത്ത് തേക്കാൻ അവൻ കൊടുക്കും. അവന്റെ AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തിട്ട് അവക്ക് പോരാന്ന്. കാതിലിടാൻ നഖം വെച്ച് കമ്മല് വേണമെന്ന്. കൂട്ടുകാരനൊക്കെ പിന്നെ എന്തിനാണ്? ഓടിച്ചെന്ന് കൂട്ടുകാരന്റെ നടുവിരലിലെയും ചൂണ്ടുവിരലിലെയും നഖം കടിച്ചങ്ങ് പറിക്കും. അതും പറഞ്ഞിട്ട് പണ്ട് ക്രിസ് ഏഞ്ചല് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നതെന്ന് പറഞ്ഞ് അതിവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്താൽ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ആവുമെന്ന് പറഞ്ഞ് കൃതി ഷെട്ടിയെ കൊണ്ട് അവ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടത്തിക്കും. എന്നിട്ട് സ്വന്തം ശ്വാസം പോലും അടക്കി പിടിച്ച് ജീവൻ ത്യാഗം ചെയ്ത് അവൻ വെള്ളത്തിനടിയിൽ മുക്കളിയിട്ടിരിക്കും. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി അവൾക്ക് 1 മില്യൺ അടിക്കും. അന്ന് ആ സന്തോഷത്തിൽ അവൾ അവളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ലൈവ് അങ്ങ് പോകും. പിന്നെ പറയണ്ടല്ലോ, അവർ തമ്മിൽ പ്രേമമാകും, കാമമാകും,
അവിടെ എത്തിയില്ല, ഇവിടെ എത്തും. ആക്ച്വലി ഈ രോഹിംഗ്യ രജനീകാന്തിന്റെ എല്ലാ സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട് നായികമാർ മിനിമം കാണും, പ്രേമമായിരിക്കും വിഷയം. ഒരുത്തി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അവർക്ക് ഇവരുടെ പ്രേമമായിരിക്കും. ആ പ്രേമം ഇവ കണ്ടില്ല എന്ന് വെച്ച് വേറെ ഒരുത്തി പ്രേമിക്കും. ഇവർ വല്ലാത്ത ജീവി എന്നല്ലേ. എന്തായാലും ചേർത്തോണ്ട് 100 കോടി അടിച്ച് PR-ന് CPR കൊടുക്കേണ്ട ഒരു സിനിമയാണ് ഇത്. തമിഴന്മാർ ഒരു ഊക്കിന്നാണ് അറിയാൻ പറ്റിയ പടം ബ്രോ കേവലമാകുത് ബ്രോ റിവ്യൂ ബ്രോ സത്യമാ പടം നല്ലവേ ഇല്ല. സോ ഇനി എന്താണ് സിനിമയിലേക്ക് നടക്കുന്നത്? അവിടെ നമ്മുടെ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കാനായി വില്ലൻ SJ സൂര്യ ഒരു പുതിയ സാധനം ഇറക്കുമതി ചെയ്യുകയാണ്. സ്കോർ അതൊരിക്കലും തെറ്റാറില്ല അത്രേ. പരസ്പരം പ്രേമിക്കുന്നവരുടെ എത്ര ശതമാനമാണ് മാച്ച് എന്ന് അവർക്ക് അറിയാൻ സാധിക്കും അത്രേ. ആ സ്കോർ വെച്ച് ആൾക്കാരെ ബ്രേക്കപ്പ് ആവാനും യോജിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് എ കൾച്ചറൽ ഡിസാസ്റ്റർ. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ വിട്ടേണ്ട വെട്ടിക്കളി നീയൊക്കെ കേട്ടിട്ടുണ്ടോ? എന്നാ നീയൊക്കെ അത് കേൾക്കണം. ഇതൊക്കെ എന്ത് സോ ബേസിക്കലി നായകനും നായിക യോജിച്ച സ്ഥിതിക്ക് ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് ഒരു ഉപാസന നടത്താമെന്ന് വിചാരിക്കുന്നതിന് മുന്നേ അവർ തങ്ങളുടെ സ്കോർ നോക്കാമെന്ന് വിചാരിക്കും. സ്കോർ നോക്കുമ്പോ കിട്ടണത് വെറും മൂഞ്ഞ്. മൂന്ന് കണ്ടതും അവളിത് മൂഞ്ചൂന്ന് മനസ്സിലായി അപ്പൊ തന്നെ ബ്രേക്കപ്പ് അടിക്കും. முதல்ல வந்து ஜாதியில ஒத்துக்கல, ஜாதகத்துல ஒத்துக்கல, வீட்டுல ஒத்துக்கல, நாட்டுல ஒத்துக்கல, ஊர்ல ஒத்துக்கல, தெருவுல ஒத்துக்கல, அப்பா ஒத்துக்கல, ஆத்தா ஒத்துக்கலன்னு சொல்லி இருந்தீங்க. இப்ப என்ன ஆப் ஒத்துக்கலன்னு சொல்லி பிரேக்கப் பண்றீங்களா? അത് ശരിയാ. ശരിക്കും കാലങ്ങൾക്ക് മുന്നേ SJ സൂര്യ ഈ ആപ്പ് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അറിയാമോ? തന്റെ ഭാര്യയെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഭാര്യയ്ക്ക് അവീതമുണ്ടെന്ന് പൊക്കുന്ന അവൻ മനസ്സിലാക്കും ഈ ആപ്പിനൊരു വല്ലാത്ത പൊട്ടൻഷ്യൽ ഉണ്ട്. ഭാര്യ പോയെങ്കിൽ പോട്ടെ നമുക്ക് കോടീശ്വരനാവാന്ന് പറഞ്ഞ് അവൻ ആ ആപ്പ് മാർക്കറ്റ് ചെയ്ത് വലിയ കോടീശ്വരനാവുകയാണ്. സോ നമ്മുടെ PR-ന് പക്ഷെ ഇതൊന്നും വിശ്വാസമില്ല. എങ്ങനെയാണ് ഒരു പ്രണയം ഒരാൾക്ക് അളക്കാൻ സാധിക്കുക? ഇത് തെറ്റാണെന്ന് തെളിയിക്കുമെന്നും പറഞ്ഞ് അവർ നേർക്ക് നേരെ കൊമ്പ് കോർക്കുകയാണ് ഗൈസ്. ഒരുപാട് ചിരിക്കല, ഒരുപാട് കൊരക്കല, ഒരുപാട് കൊരവള്ളി പൊട്ടിച്ചു പട്ടിരവായി. അങ്ങനെ DMK ചതിച്ച കോൺഗ്രസിനെ പോലെ LAK ശബ്ദം കൊടുത്തവൻ തന്നെ LAK ചതിക്കുകയാണ്. അവൻ LAK-ക്കെതിരെ സംസാരിച്ചു തുടങ്ങും. ജനങ്ങൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. ഒരു തീരെ ഇടുപ്പ് കാണിച്ച് നമ്മളെ എടാ ഇതിനിടയിൽ ഇങ്ങനൊരു സീന്റെ ആവശ്യം എന്താ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും കൃതി ഷെട്ടിക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് അവന്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടാക്കും. അതൊരു പാട്ടിന് വഴിതെളിക്കും. അപ്പൊ അവിടെ ഒരു പാട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതിലൊരു രണ്ടാം നായിക ഉണ്ടല്ലോ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾക്ക് ഇവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവൻ അവളെ ഫ്രണ്ടായിട്ടാണ് കണ്ടത്. എടാ ഇതല്ലടാ നീ ഡ്യൂഡിലും പറഞ്ഞത് പിന്നെ നിനക്കിപ്പം അവളോടത്ത് അങ്ങനെ സ്നേഹമൊന്നും ഇല്ലെങ്കിൽ നിനക്ക് അത്ര ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് വേക്കൻസി തന്നൂടെ? ഞാൻ അവളെ 100 മനസ്സോടെ സ്വീകരിക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്ത് ഇവൻ ഇവള് കിസ് ചെയ്യാൻ പോകുന്നത് പോലെ ചുമ്മാ ഒന്ന് അഭിനയിക്കും. അതെടുത്ത് ഇമോജി ക്യാമറ വെച്ച് പകർത്തി മതിലിനപ്പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന SJ സൂര്യയുടെ ടീമുകൾക്ക് കൊടുക്കും. അവന്മാർ അത് കൊണ്ടുപോയി AI വെച്ച് എഡിറ്റ് ചെയ്ത് കിസ്സാക്കി മാറ്റും. മോർഫിംഗ് നമുക്കറിയാലോ ഇത് നമ്മുടെ അല്ല. അത് കേട്ട ക്രിമി ഷെട്ടി കരയും. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കളക്കും. SJ സൂര്യ ഇത് വൈറലാക്കും. വലിയ ഏരിയസ് ഫ്ലെക്സിന്റെ സ്ക്രീനിൽ വരെ കാണിക്കും. എന്നിട്ട് അവന്റെ LAK ആപ്പ് പറഞ്ഞത് ശരിയാണെന്നും ഇവൻ കണ്ടില്ല ഇവ ഒരു കാപാലികനാണ്, ഇവ ഒന്നും പോയി അടുത്തിൽ പിടിച്ച വൃത്തികെട്ടനാണെന്നൊക്കെ പറഞ്ഞ് പരത്തും. ബട്ട് സത്യത്തിൽ ഇവർ തമ്മിൽ വെറും സുഹൃത്തുക്കൾ മാത്രമാണ്. കിസ് ചെയ്യാനൊന്നും നോക്കിയില്ല. ഇതുപോലെ ഇങ്ങനെ അടുത്തു നിന്ന് കഴുത്തിലൊക്കെ കൈവച്ച് കിസ് ചെയ്യണതൊക്കെ ഇങ്ങനെ കാണിച്ചുള്ളൂ. ശേഷം ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടും ഒരു കോംപ്രമൈസ് ടോക്കിന്. പരസ്പര ബന്ധമില്ലാതെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കണ്ടിട്ട് അവർക്ക് തന്നെ ഒന്നും മനസ്സിലാക്കാത്തോണ്ട് 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. അവൻ വീണ്ടും അവനെ വെല്ലുവിളിച്ച് മാസിട്ട് നടന്നു പോകും. എന്തായാലും സംഭവിക്കുന്നത് പിന്നെന്താണ് കുറെ നേരത്ത് ഇങ്ങനെ വലിച്ചു നീട്ടും. അവസാനം കൃതി ഷെട്ടി കാര്യങ്ങളൊക്കെ അറിയും. അവൻ ആകെ ഇഷ്ടം അവളെയാണെന്ന്. അതോടെ അവൻ പിടിച്ചവളെ മടിയിരുത്തി ഊഞ്ഞാലിരുന്ന് ആടുവോ. സോ ബേസിക്കലി കൃതി ഷെട്ടി ഒരുമിച്ചത് SJ സൂര്യക്ക് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് 1-on-1 ഫൈറ്റിന് അവർ വിളിക്കും. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ഓഞ്ഞിക്കരുടെ ഒറ്റയടിയിൽ ബോധം പോയി അവനെ രക്ഷിക്കാൻ അവന്റെ അച്ഛൻ വരും. ഒരു അച്ഛന്റെ ധർമ്മമാണ് മകന്റെ ധർമ്മമാണ്. ഒരു അച്ഛന്റെ ധർമ്മമാണ് മകന്റെ ധർമ്മമാണ്. അച്ഛന്റെ ചിതാഭസ്മം പോയി കളിയെന്നുള്ളത്. ബട്ട് അടികൊണ്ട് ബോധം വീണ് അവൻ എണീക്കുമ്പോ കാര്യങ്ങളാകെ തകടം പറഞ്ഞിരിക്കുകയാണ്. കൃതി ഷെട്ടിക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ആയത്രേ. ബട്ട് വെയിറ്റ് കേസ് വിഘ്നേഷ് അണ്ണന്റെ ബുദ്ധി നയൻതാരയുടെ പ്രൈവറ്റ് ജെറ്റ് പോലെ വിമാനമാണ്. അത് SJ സൂര്യ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതറിഞ്ഞതും അവർ തമ്മിൽ ഒരു 1-on-1 ഫൈറ്റ്. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. യന്ത്രന്മാരെല്ലാം അടിച്ചിട്ടതിന് ശേഷം SJ സൂര്യയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ പെണ്ണ് മാത്രമേ ബാക്കിയുള്ളൂ. അവള് വന്നൊരു റോ ഫൈറ്റ്.
അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവണത് അവള് റോബോട്ടൊന്നുമില്ല, അവളൊരു പെണ്ണായിരുന്നെന്ന്. വിഘ്നേഷ് അണ്ണാ, നിങ്ങൾ എങ്ങനെയാണ് നയൻതാരെ വളച്ച പങ്കരം തന്നെ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിലിം വില്ലൻ ഡിഫീറ്റ് ആകും, 4 പല്ലും പോകും. പിയറും പ്രേമോദിയും മറ്റേ മോതിരമൊക്കെ ഉപേക്ഷിക്കും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഒരു അന്ത്യമിടും. ജനങ്ങളെല്ലാം അത് കണ്ട് സന്തോഷിക്കും. ട്രൂ ലവ് സക്സസ് ആകും. ആൻഡ് STCയുടെ ആപ്പും കമ്പനിയും ഒക്കെ പൂട്ടേണ്ട അവസ്ഥ എത്തും. അങ്ങനെ പടം കഴിഞ്ഞ്. ഭാഗ്യം. പിന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ പടം വിഘ്നേഷ് ശിവൻ നിരാശപ്പെടുത്തി. പിന്നെ ഈ പിയറിന്റെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ അസുഖത്തിന്റെ പറയുന്ന പേരെന്ത് ജിംനേഷ്യം എന്നങ്ങനെയാണ്. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.